ജയേഷേ, സുമാ മർഡർ കേസിൽ ഇതുവരെ പോലീസിനെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതാരാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാരാ സാറേ? നീ. സാരെന്ത് വർത്താനാണ് പറയുന്നത്? ഞാനാണ് അവരെ കൊന്നതെന്നോ? ഞാൻ എന്തിനാണ് അവരെ കൊല്ലുന്നത്? അത് പറയേണ്ട നീയല്ലേ? എനിക്കതിൻ്റെ ആവശ്യമില്ല സാറേ. എനിക്ക് അവരായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഒരു അടിപിടി കേസ് പോലും ഇല്ലാത്ത ഞാനൊരു കൊലപാതകം ചെയ്തെന്നോ? ജയേഷേ, വെറുതെ വഴി കൂടെ പോകുന്ന നിന്നെ ഞങ്ങൾക്ക് ഈ കേസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോടാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും ആലോചിക്കാനില്ല സാറേ. എനിക്ക് ആ കൊലപാതകത്തെ പറ്റി ഒരു കാര്യവും അറിഞ്ഞോടാ. കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകൾ എന്നെപ്പോലത്തെ പാവങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണ്ട. ചോദിക്കാനും പറയാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട്. ഭീഷണിപ്പെടുത്തും. ഷർട്ട് അടിക്കടാ. അവന്റെ അഭ്യാസം മാറ്റടാ. അത് അഴിക്കടാ. അഴിക്കേ. ഇനി ഞാൻ പറഞ്ഞു തരണം. കോണടിച്ച് മാറ്റടാ. മാറ്റടാ. അടിച്ചു മാറ്റടാ. ഇരിക്കടാ. ഇരിക്ക്. കുറച്ച് വെള്ളം തരുമോ? കുടിക്ക്. എടാ ജേഷേ, എന്തിനാ വെറുതെ ബലം പിടിച്ച സമയം കളയുന്നേ? ഈ കാണുന്ന ഡീസൻസിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അറിയാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു. നിൻ്റെതായ താരങ്ങളിലൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അല്ലെങ്കിൽ ജയേഷിന് ഇപ്പം ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രനീഷ് സാറിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ പുറത്തേക്കാം. രനീഷേ, നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ടെൻഷൻ അടിപ്പിക്കണ്ട. ശരി സാർ. ഇനിയിപ്പോൾ ഇവനാകില്ലേ ചെയ്തിട്ടുള്ളത്? ഇവൻ അത്രയ്ക്കൊരു ഹാർഡ് കോറൊന്നുമല്ല. എനിക്കെന്തായാലും സംശയമൊന്നുമില്ല സാറേ, ഇതവൻ തന്നെ. സാറേ, ഇവനും ആ സ്ത്രീയും തമ്മിലൊരു ബന്ധം പോലും കാണാനില്ല. അറ്റ്ലീസ്റ്റ് കോൾ ഡീറ്റെയിൽസ് പോലും അവൻ്റെ കോൺടാക്റ്റ് കാണണ്ടേ? അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവനാവാൻ ചാൻസ് കുറവാണ്. അതൊന്നും നോക്കണ്ട സുബേറെ. ഇവൻ്റെ ഒരു ചാൻസ് ഇപ്പോഴും തള്ളിക്കളയാറായിട്ടില്ല. ചിലരങ്ങനെയാണ്. ക്രിമിനൽ മൈൻഡ്, സൗമ്യമായിട്ടുള്ള പെരുമാറ്റം. എന്തായാലും റനീഷ് ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് നോക്കാം. ഞാനൊന്ന് നോമ്പ് തുറന്നിട്ട് പറ്റേ സാറേ? നോമ്പ് തുറക്കാൻ ഫുഡ്വല്ലോ കേട്ടോ. ഞാൻ എന്തായാലും ഗിരിജനെ വിളിച്ച് പറയാം. നിസ്കരിച്ചിട്ട് വരും. സൂറ്റുണ്ടോടാ? സാറേ, അത് റിനി സാറിൻ്റെ കയ്യിലാണ്. അല്ല ബ്രോക്കറേട്ടാ, മറ്റേ വെളുത്ത പെൺകുട്ടിയുടെ കാര്യം എന്തായി? മറ്റേ മുടിയുള്ള ഹൈറ്റുള്ള. അല്ല, എൻ്റെ ഇപ്പോഴത്തെ ഈ പോലീസ് ജോലി നോക്കണ്ട. ഞാനേ ബാങ്ക് ടെസ്റ്റ് ചെയ്ത് നിൽക്കാണല്ലോ. എന്തായാലും പാസ്സാവും. അയ്യോ ബോണ്ട്. ആ ഹലോ സാറേ, സ്നാക്സാ? എത്രയാണ് സാറേ? ഓക്കെ സാർ, ഞാൻ വാങ്ങാം. സ്നാക്സ് അത് വർക്ക്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ജേഷേ, നീ എന്താടാ ഇതുവരെ കല്യാണം ഒന്നും കഴിക്കാൻ? വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൊണ്ടും ഇതുവരെ ശരിയായിട്ടില്ല സാറേ. അത് മാത്രമാണോ അതോ വല്ല ലവ് ഫെയിലറോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോലം കണ്ട ആര് പ്രേമിക്കാനാ? എനിക്ക് ചില പെൺപിള്ളേരോട് പ്രേമം തോന്നിയിട്ടുണ്ട്. കയറി മുട്ടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല സാറേ. നീ എപ്പോഴെങ്കിലും ആ സുമയുടെ വീട്ടിൽ വല്ലതും പോയിട്ടുണ്ടോ? വല്ല ഇലക്ട്രിക് പണിക്കോ പ്ലംബിംഗ് പണിക്കോ വല്ലതും? ഹേയ്, ഞാനിതുവരെ പോയിട്ടില്ല സാറേ. ഒരേ നാട്ടുകാരായിട്ടും ഒരു പരിചയമില്ലേ? ഇല്ല സാറേ. പിന്നെ
അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് സാറേ. നിനക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടോ? ആ പുള്ളിക്കാരി സ്ഥിരം ഫോട്ടോ ഒക്കെ ഇടുന്ന ആളാ? ആ SUMA സുമ ശ്രീധരൻ, സുമ സന്ദീപ്. ലോൺലി സുമ സാർ. ലോൺലി സുമ. ലോൺലി സുമ. ആഹാ, ഇടലും ഫോട്ടോസൊക്കെ ആണല്ലോ. ഇതിന് നീ കമൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ. ആവേശം. അത് ഓസംനാ സാറേ. ആണോ? നമുക്കൊക്കെ ലൈക്കും കമൻസും അടിക്കാനല്ല സാറേ ഇവരൊക്കെ ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇക്കാലത്ത് അടി കിട്ടാതെ കമൻ്റ് അടിക്കാൻ സോഷ്യൽ മീഡിയയിലല്ലേ പറ്റുള്ളൂ. അതിപ്പോൾ സാറും ചെയ്യാറില്ലേ? ഇത്രയൊക്കെ ആയിട്ടും നീ അവരുടെ ചാറ്റ് ഒന്നും ചെയ്തിട്ടില്ലേ? നമ്മളൊക്കെ ചാറ്റ് ചെയ്താൽ ആര് റിപ്ലൈ തരാണ് സാറേ. സാറ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതിന് നീ ആദ്യം ഒരു ഹായോ ഹലോയോ ഒക്കെ ഒന്ന് അയച്ചു നോക്കണം. എന്നാലല്ലേ മറുപടി വരുമോ ഇല്ലയോ എന്നറിയാൻ പറ്റൂ. ചാറ്റ് ചെയ്തില്ലെങ്കിലും കമൻ്റൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. വാട്ട് എ ഹോട്ടി. അത് ഞാനില്ല സാറേ. ഞാനങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒന്നും ചെയ്യാറില്ല സാറേ. ശരിയായ ജഗദീഷ, ജയേഷല്ല. ജയേഷേ, അന്ന് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ നീ മദ്യപിച്ചിരുന്നതുകൊണ്ട് നീ അവിടെ നിന്ന് കൃത്യമായിട്ട് സ്കൂട്ട് ചെയ്തു. അത് നിൻ്റെ ബുദ്ധി. പിന്നെ പാസ്പോർട്ടിൻ്റെ കേസ് വന്നപ്പോൾ നീ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അതെന്നെ മിടുക്ക്. നിൻ്റെ ഈ ബുദ്ധിയും മിടുക്കും ഞങ്ങളുടെ സാറിനും ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ എന്തോ ഒരു കാര്യം നീ ബുദ്ധിപരമായി നിൻ്റെ ഉള്ളിൽ അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങ് പറ. ഒന്നുമില്ല സാറേ. മര്യാദയ്ക്ക് പറഞ്ഞേ. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത് കേട്ടോ. നീ പറ. സാറ് വേണമെങ്കിൽ ആ ഗോൾഡ് എടുത്തോ, എന്നെ ഒന്ന് പറഞ്ഞുവിടാൻ പറയൂ സാറേ. ജേഷേ, ഇനി കളി മാറും കേട്ടോ. ശരി. ഫോൺ ഓഫ് താനേ. അവൻ വരവേണ്ടി ടൈം കഴിഞ്ഞല്ലോ. நீங்க கவலைப்படாதம்மா, அண்ணன் வருவே. அம்மா அவன் வந்து ബ്ലോക്കിൽ പെട്ടതാ இருக்கும். വിമാന നിലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഫോണിന് കിടക്കുന്നില്ലല്ലോ. ചിലപ്പോ ചാർജ് ഇല്ലാമ ഓഫ് ആതാ இருக்கும். அம்மா நீங்க இப்படி டென்ஷன் அடிக்க வேண்டாம். நமக்கு ஒரு காரியம் செய்யாம். ஏர்போர்ட் விളിച്ച് கேட்கறதுக்கு நம்ம எம்எல்ஏ ஜோனிச்சனோட சொல்லலாம். அന്ന് வந்து அவன் பாஸ்போர்ட் எடுத்ததில் ஒரு சின்ன பிரச்சனை இருந்ததല്ലേ. அம்மா அது பரவாயில்ல அம்மா, நமக்கு பார்த்து பண்ணலாம். சரியா? അവന് ചുറ്റും ആരോ ഒരു വല വിരിക്കുന്നുണ്ട്. അവനെന്നാ കോമ്പൻസറാവോ അവന് ചുറ്റും വല വിരിക്കേ? നീ ഫുഡ് വാങ്ങാൻ പോയി? സാറേ, ഞാനത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് സാറേ. എടാ മണ്ട, നമ്മളോട് രഹസ്യമായിട്ടാണ് പണി ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ലോകം മുഴുവൻ അറിയിക്കണം. ക്യാൻസൽ ചെയ്തിട്ട് പോയി മേടിച്ചിട്ടെന്നേ. ശരി സാറേ, ഞാൻ എന്നാൽ പോയി വാങ്ങിയിട്ട് വരാം. ഇങ്ങനെയുണ്ടോ ഗുണാത്മാർ?